പാറു ദേ പാറു എന്താ അമ്മേ? ഇതൊന്നു വന്നേ. എന്തേ? അമ്മേ ആ കലണ്ടറുമേ ഒരു സൂചി വെച്ചിട്ടുണ്ട്, അടുത്തോടന്ന് പോയിട്ട്. ആ സൂചി തുന്നണ സൂചില്ലേ അത്. എവിടെ അമ്മേ? ഇവിടെ കാണാനില്ലല്ലോ. നീ കണ്ണു തുറന്ന് നോക്കടി, അവിടെ ഉണ്ട്. ഇവിടെ കാണാനില്ലല്ലോ അമ്മേ. അമ്മ എവിടെ വെച്ചിരിക്കണത്? ആ കലണ്ടറുമിലുണ്ട്, നീ ഒന്ന് നോക്ക്. ഇവിടെ ഒന്നും കാണാനില്ല അമ്മേ. നീ ആ കലണ്ടറുമിലേ നൂല് കേൾക്കണ കാണുന്നുണ്ടാ? ഞാനൊന്നും കാണാനില്ല ഇവിടെ. ഇരുന്നോടത്തിരുന്ന് പറയുന്ന എന്നെ കാണാൻ പറ്റില്ല, ഒഴുപ്പെട്ട പിള്ളേര്. ആർക്കെന്ത് ഞാനോട് വെച്ചേർന്നാണല്ലോ. ഓ കഴിയുമ്പോ ഞാനിപ്പ തന്നെ. അല്ല ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്ന നൂലോ? എവിടെയാണ്? കൊറേ നേരായില്ല നീ എണ്ണിപ്പറക്കണു. എന്നിട്ട് സംഭവം ഈ സൂചി വെച്ച നൂല് നിങ്ങൾ എടുത്താന്ന്? അയ്യോ, ഞാൻ ഇന്നലെ ആ പൊതി കെട്ടാനായിട്ട് റബ്ബർ ബാൻഡ് കിട്ടാണ്ടായപ്പോ ആ നൂലെടുത്തടി. സോറിടി. എന്ത് സോറി? കുട്ടികളെ കൈ എങ്ങനെ മുറിഞ്ഞിരുന്നെങ്കിലാ? അത് മാത്രല്ല, സൂചി തനിയെ വെക്കരുത്. എന്താ സൂചി തനിയെ വെക്കരുതെന്ന് പറയണേ? അമ്മക്ക് ചെറുപ്പം മുതലേ അച്ചാച്ചന അമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവേള മോളെ ഇതൊക്കെ. സൂചിനെ തനിച്ചാക്കരുത്, സൂചി ഉണ്ടെങ്കിൽ നൂലും ഉണ്ടാവണം. അമ്മ പറഞ്ഞത് കറക്റ്റാ. സൂചി പോണോടത്ത് നൂല് പോണം. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താന്ന് പറയുക മോളെ, ആരെയും നമ്മൾ തനിച്ചാക്കരുത്, തനിച്ചാവരുത്. വീണുപോയ കുപ്പായ കുടുക്കകൾ തുന്നിപ്പിടിപ്പിക്കാനും തുന്നിയ ഭാഗം പിന്നുമ്പോൾ ചേർത്ത് നിർത്തി ആശ്ലേഷിക്കാനും ഒരു സൂചി നൂലും വേണം. നമ്മുടെ വീട്ടിലെ സൂചി നൂല ആ വരുന്നത്. കുറച്ചു നേരമായില്ലോ അച്ഛനും അമ്മയും മക്കളും. ഒരു സൂചി നൂലും ഏതൊരു വീട്ടിലും വേണം. അതാണ് ശരി. നമ്മുടെ വീടിന്റെ ഐശ്വര്യം എന്താ അറിയോ മോളെ? നമ്മുടെ വീടിന്റെ കെട്ടുറപ്പ് എന്താ അറിയോ? ഈ സൂചി നൂല. അപ്പൊ ആരാച്ച നിങ്ങളുടെ സൂചി? അമ്മ പറഞ്ഞതാ ശരി. അമ്മ നൂലാണെങ്കിലേ അച്ഛൻ സൂചിയാ. സൂചി ഒരിക്കലും നൂലിനെ ചതിക്കില്ല, നൂലൊരിക്കലും സൂചിനും ചതിക്കില്ല. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അച്ഛന്റെ വിജയം എന്ന് പറയുന്നത് എന്റെ അമ്മയാ. ഇതാണ് സൂചി നൂലും പകർന്നു തരുന്ന പാഠം.